എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ആമീസ് ലൈഫ് എന്നാണ്. ഞാൻ ഈ ചാനലിലൂടെ കുറച്ച് കുക്കിങ്, പിന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു മോട്ടിവേഷൻ രൂപത്തിൽ പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ ഹെഡിങ് കൊടുത്ത പോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ നിമിഷം എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തിൽ വിശ്വാസം നമ്മൾ ദൈവത്തെ വിളിക്കുള്ളൂ. കാരണം അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെ, ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ തന്നെയാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ചിട്ട് തന്നെ ജീവിക്കണം. കാരണം നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ ദൈവത്തോട് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. അത് ദൈവം കേൾക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ മരിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പരാജയം നേരിടുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതലായി വിളിക്കും. ആ ഒരു സമയം മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ, അത്രയും കൂടുതൽ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നല്ല ഒരു മരണത്തിൻ്റെ അടുത്ത് നിന്നു. ഞാൻ ശ്വാസമില്ല, എല്ലാ മരുന്നുകളിലും ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ ഡോക്ടർമാർ അത്രയും വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയം പെട്ടെന്ന് എനിക്ക് അസുഖങ്ങൾ കൂടി വന്നു. അങ്ങനെ ഡോക്ടേഴ്സ് വന്നു. ഒരു ദിവസം വൈകുന്നേരം ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് അവർ പരസ്പരം ഓരോന്നും പറയണതൊക്കെ ഞാൻ കേട്ടു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്താ അവർ പറയണതെന്ന് ഞാൻ ഇങ്ങനെ കേട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് പോയിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡിൽ ഇതിലെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ അതെല്ലാം ഞങ്ങൾ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ 98% കഴിഞ്ഞു. അപ്പോൾ ഇനി 2% ചേച്ചി ദൈവത്തോട് പ്രാർത്ഥിക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞു. കണ്ണിന്ന് ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുനീര് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് ആ ഡോക്ടർ തുടച്ച് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കരുത്, പ്രാർത്ഥിക്കൂ കടന്നിട്ട്, ദൈവം കേൾക്കാതിരിക്കില്ല പറഞ്ഞു. ആ ഒരു വാക്ക്, ആ ഡോക്ടർ ഏതാണെന്ന് എനിക്കറിയില്ല. കാരണം അവർ PPE കിറ്റിൻ്റെ ഉള്ളിലായിരുന്നല്ലോ ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ അതെനിക്കറിയില്ല. അങ്ങനെ അപ്പം എൻ്റെ ഹസ്ബൻഡാണ് കൂടെ ഉള്ളത്. ഹസ്ബൻഡ് പറഞ്ഞു, ഈ നമശിവായ ചെല്ല്, രാവിലെ വരെ 1500 പ്രാവശ്യം ചെല്ലണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും എൻ്റെ അടുത്ത്, നമശിവായ ചെല്ലിയോ 1500 പ്രാവശ്യം ആയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് പുറത്തേക്ക് സംസാരിക്കാൻ അറിയില്ല, ഉള്ളിൽ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ നമശിവായ ചെല്ലിയും കൊണ്ടേ കിടന്നു. എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നുണ്ട്, കൂടുതൽ നമശിവായ ഞാൻ ചെല്ലണത്. അങ്ങനെ ചെല്ലി കിടന്നു. രാവിലെ പതിവ് പോലെ ഡോക്ടർമാർ വന്നു. ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ എന്നെ സ്ഥിരം നോക്കുന്ന ഡോക്ടർമാർ വന്നു. നോക്കി നോക്കുമ്പോൾ മോണിറ്ററിലേക്ക് നോക്കിയിട്ട് അവർക്കൊരു ഒരു ആശ്വാസമുള്ള പോലെ തോന്നി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, ചേച്ചി എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോഴേക്കും എൻ്റെ മോൻ്റെ അടുത്തൊക്കെ ഗൾഫിൽ നിന്ന് അമ്മയെ കാണണമെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ അവൻ വിളിക്കുകയായിരുന്നു. ഡോക്ടേഴ്സ് ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. വിളിച്ചു വേഗം വരാൻ പറഞ്ഞു. അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കുട്ടി വന്നു, വരുന്നുണ്ട്. ആ ദിവസമായപ്പോഴേക്കും അവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ നമശിവായ ശിവൻ്റെ എൻ്റെ ഒരു പ്രാർത്ഥന, വീട്ടുകാരുടെയും എൻ്റെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഈ ദൈവം കേട്ടു. എനിക്കൊരു പുനർജന്മം തന്നു ദൈവം. അപ്പോൾ ഞാനത് ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയണത്, നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കില്ല. നമ്മൾ എത്ര കണ്ട് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നോ അത്ര കണ്ട് ദൈവം നമ്മളെ കേൾക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതൊന്നും ഇപ്പോൾ ഞങ്ങൾക്കും ഇല്ല. പക്ഷേ അതല്ല എൻ്റെ ഒരു അനുഭവം, ജീവിതത്തിലൊരു അനുഭവം. നമ്മൾ മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എൻ്റെ ജീവിതം പിന്നെ തിരിച്ചു തന്നു. കാരണം ആ ഡോക്ടർമാരുടെ അടുത്ത് അത്രയും പറഞ്ഞതാണ്, ചേച്ചി ഞങ്ങൾക്ക് ഇനി കഴിയില്ല എന്നുള്ളത്. കാരണം അതങ്ങനെ ആയിരുന്നു എൻ്റെ അപ്പോഴത്തെ അവസ്ഥ. കൂടെ കിടക്കുന്നവരൊക്കെ മരിച്ചു പോവുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോസിൽ ഞാൻ കൂടുതൽ